നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയിൽ കിട്ടുന്ന ഈ ഗിഫ്റ്റ് കാർഡ്, വൾച്ചേഴ്സ് ഇതൊക്കെ സെയിൽ ചെയ്തിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് വെബ്സൈറ്റുകളായാലും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ട്രസ്റ്റഡ് ഒരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേയിൽ കിട്ടും നോക്കാം. ഈ വൾച്ചേഴ്സ് അതുപോലെ ഗിഫ്റ്റ് കാർഡ് ഇതൊക്കെ നമുക്ക് അതിൽ സെയിൽ ചെയ്തിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ട്രസ്റ്റഡ് ആയ സൈറ്റാണ്. കാരണം ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നി എന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ കൊടുക്കുക. കാരണം ഇത് അത്രയും സൂപ്പർ കണ്ടന്റ് ആണെന്ന് എനിക്കറിയാം. കാരണം കുറേ പേരെ നമ്മളോട് ചോദിക്കുന്നത്, എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് ടെസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ബ്രോ എൻ്റെ കുറേ ഗിഫ്റ്റ് കാർഡ്, കുറേ വൾച്ചേഴ്സ് ഒക്കെ ഉണ്ട്, ഇത് എനിക്ക് സെയിൽ ചെയ്തിട്ട് ക്യാഷ് ആക്കാൻ കഴിയും. കാരണം നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത കുറേ വൾച്ചേഴ്സുകളും ഗിഫ്റ്റ് കാർഡുകളൊക്കെ നമുക്ക് ആമസോണും അത് ലൈക്ക് നമുക്ക് ഇതൊക്കെ കിട്ടാറുണ്ട്. ലൈക്ക് നമ്മളെ ഈ അതായത് ഫോൺ പേന്ന് പേടിഎം എന്നൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് സൈറ്റുകളാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ആയിട്ട് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് എൻ്റെ വീഡിയോ കാണാം. അപ്പം സമയം അധികം ഞാൻ വേസ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകാം. അതിന് മുന്നേ എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വെറൈറ്റി വീഡിയോസ് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടി എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ മുകളിലേക്ക് വയ്ക്കുക. ഇന്ന് മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യിച്ച് ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങളേത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടന്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ അതിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ വൾച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊരു സംഭവമാക്കി മാറ്റാൻ കഴിയും. എന്താക്കി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ സംഭവം പറയില്ല, പേരാൻ പറയില്ല. സോ അതാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയൊക്കെ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോയിൽ കിടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്താരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓളിലേക്ക് അയക്കുക. ഇത് ചെയ്യാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീഡിയോ ഇട്ട സ്പോട്ടിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എക്സ്പയർ ആകുന്ന വേണ്ടി നിങ്ങൾ ഐമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. അതുപോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് ടീമാണെന്ന്. ഓക്കെ, വേൾഡ് കപ്പിൽ ഏത് ടീമാണ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ആയിട്ട് തന്നെ പറയുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരിട്ട് പോവാം. അപ്പം ഈ ഒരു വെബ്സൈറ്റാണിത്. ഇതിൻ്റെ ലിങ്ക് കിട്ടണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പം ടൈം അധികം കളയാതെ തന്നെ നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിലെല്ലാവരും ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഇതിലായിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുക. അപ്പം നമുക്ക് നേരിട്ട് ആ വെബ്സൈറ്റിൻ്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ വെബ്സൈറ്റ് കയറി ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ബൈ ഗിഫ്റ്റ് കാർഡ്, സെൽ ഗിഫ്റ്റ് കാർഡ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഗിഫ്റ്റ് കാർഡ് ബൈ ചെയ്യാനും കഴിയും. പിന്നെ ഇവിടെ മേലെ കുറച്ച് ബാനേഴ്സ് കൊടുത്താണ്. 1 അവറിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ 2 അവറിൻ്റെ ഉള്ളിൽ തന്നെ അവർ പേജ് നോർമലി 48 അവറാണ് അവർ പേ ടൈം. അപ്പോൾ നിങ്ങൾ ഇവിടെ കുറേ ഗിഫ്റ്റ് കാർഡ് കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബൈ ചെയ്ത് നോക്കാം. ബൈക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാം. ജസ്റ്റ് ബൈ ക്ലിക്ക് ചെയ്ത് നോക്കാം എത്ര ഉണ്ട്. ജസ്റ്റ് നമുക്കിവിടെ കുറേ ഗിഫ്റ്റ് കാർഡ് കാണാം. ഡൊമിനോസിൻ്റെ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവർ എത്രയൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഗിഫ്റ്റ് കാർഡൊക്കെ വേണമെങ്കിൽ ഇത് ബൈ ചെയ്യാൻ സാധിക്കും അത്യാവശ്യം കുറച്ചിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, 500 ഒക്കെ 40-80 റുപ്പീസിലാണ്. അപ്പം ഒരു 20 റുപ്പീസ് ഡിഫറൻസ് ഉണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ബൈയും ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ ആവശ്യം എന്ന് വെച്ചാൽ സെല്ലിംഗ് ആണല്ലോ. നമുക്ക് എങ്ങനെ ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ സെല് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെല്ലെന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഏത് ബ്രാൻഡിൻ്റെ വൾച്ചർ കാർഡാണ് അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡാണ് നിങ്ങളതിലുള്ളത് ജസ്റ്റ് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോർമലി ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് അപ്പോളോ ഫാർമസീൻ്റെ ഒക്കെ എപ്പോഴും കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അപ്പോളോ ഫാർമസീൻ്റെ സെലക്ട് ചെയ്തത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് ആ കാർഡിൻ്റെ നമ്പർ അതുപോലെ ഒരു പിന്ന് വരും. നമുക്ക് ജനറേറ്റ് ആവും ഓട്ടോമാറ്റിക്കലി. പിന്നെ ഒരു ബാലൻസ് എത്രയാണോ ബാലൻസ് അത് എത്രയാണോ നമുക്ക് ക്ലെയിം ആയ അതാണ് ബാലൻസ്. പിന്നെ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുമല്ലോ കാർഡിന്, അതും കൂടി ഇവിടെ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇതാണ് പരിപാടി. അത് കഴിഞ്ഞ് ഇവർ ജസ്റ്റ് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂയിൽ 40% കുറവുണ്ടാവും. ഒരു 60% നമുക്ക് 48 ആവുന്നുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതൊക്കെ എങ്ങനെയൊക്കെ എടുക്കാം അതൊക്കെ വേറെ പറഞ്ഞുതരാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്താണ്. അത് അവർ വെരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ആ വെരിഫിക്കേഷൻ പ്രൊസീജിയർ ആയിട്ട് 48 അവറാണ് അവർ പറയുന്ന ടൈം പ്രൊസീജിയർ. അപ്പം ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വെബ്സൈറ്റ് ആണ്. അത്യാവശ്യം പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം വെരിഫൈഡ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ജെനുവൻ ആയ ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ ബിഗ് ബാസ്ക്കറ്റിനൊക്കെ അവൈലബിൾ ആണ്. ബിഗ് ബാസ്ക്കറ്റ് പിന്നെ വേറെ ഒന്നാണ്. നമ്മൾ ബിഗ് ബാസ്ക്കറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു വൾച്ചർ കാർഡാണ് അതിൻ്റെത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വെച്ചിട്ട് ഇത് സെയിൽ ചെയ്തിട്ട് അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആക്കി എടുക്കാം. ഈ ഒരു വെബ്സൈറ്റ് കാണാൻ കുറേ പേര് തപ്പുണ്ട് ജെനുവൻ ആയതുണ്ടോ എന്ന്. അപ്പോൾ ഇതാണ് ജെനുവൻ ആയ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതെങ്ങനെയാണ് പറഞ്ഞാൽ 3 ഡോട്ട് ക്ലിക്ക് ശേഷം ഇവിടെ ടാപ്പ് ലോഗിൻ ഓർ രജിസ്റ്റർ എന്നാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ കറക്റ്റായിട്ടില്ല. അപ്പം ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഏറ്റവും അടിയിലേക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം,
അതുപോലെ ഒരു ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, പാസ്വേഡ് ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഈ പരിപാടി നിങ്ങൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ വെരിഫൈ KYC എന്നാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ പാൻ കാർഡ് നമ്പർ, അതുപോലെ ആധാർ കാർഡ് നമ്പർ ഒക്കെ ഒന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് KYC കംപ്ലീറ്റ് ചെയ്യുക. അതാണ് അടുത്തൊരു സെക്ഷനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഇതിൽ എങ്ങനെയൊക്കെ എടുക്കാം നമുക്ക് നോക്കാം. അതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇവിടെ പാന്, അതുപോലെ ID നമ്പർ വെച്ചാൽ ആധാർ കാർഡാണ് ആധാർ കാർഡ്, അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അടിച്ചു കൊടുത്ത് KYC ഒന്ന് വെരിഫൈ ചെയ്യുക. KYC ചെയ്യണം. കാരണം അത്രയും ട്രസ്റ്റഡ് സൈറ്റ് ആയതുകൊണ്ട് അതിൽ അത്യാവശ്യം പക്കയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇത് പ്ലേ സ്റ്റോറിലും കൂടി അവൈലബിൾ ആയതാണ്. അതാണ് ഞാൻ പറയുന്നത്. സോ KYC കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട്, അതായത് മൈ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ ഔട്ട് ഡീറ്റെയിൽസ് എന്ന സെക്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പേ ഔട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കും. ബാങ്ക്, അതായത് മോഡ് വരുന്നത് ട്രാൻസ്ഫർ മോഡ് വരുന്നത് ബാങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് വിഡ്രോ ചെയ്യാം. കാരണം അത് പക്കയായിട്ട് ലൈക്ക് വെരിഫൈഡ് ആയ ഒരു ആപ്ലിക്കേഷൻ ആണ്. കാരണം ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത്രയും വെരിഫൈഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യത്തിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ആപ്പ് അത്രയും ട്രസ്റ്റഡ് ആണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയതുകൊണ്ട്. അപ്പം സംഭവം ഇങ്ങനെയാണ്. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മാക്സിമം എല്ലാവരും നിങ്ങളെ ഗിഫ്റ്റ് കാർഡൊക്കെ സെയിൽ ചെയ്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ. ബൈ.